മലയാളത്തിൽ നിറയെ ആരാധകരുള്ള ഒരു നടിയാണ് മമത മോഹൻദാസ്. 2022 കുറേ ചിത്രങ്ങളുമായി മമത പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. സ്വാഗതം മമത. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? തീർച്ചയായും ജനഗണമന തന്നെയാകും. കോവിഡിന്റെ ഒരു ഇതൊക്കെ മാറി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? കോവിഡിന് ശേഷം ഒരു നല്ലൊരു റൺ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മം റിലീസായി. ബ്രഹ്മത്തിനൊരു ഹൈബ്രിഡ് റിലീസാണ് ഉണ്ടായിരുന്നത്. തിയേറ്റർ ഓവർസീസ് തിയേറ്ററും ഇന്ത്യയിൽ OTT. മ്യാവ് തിയേറ്റേഴ്സിൽ റിലീസായി. ഈവൻ ദോ ഇറ്റ് വാസ് എ റിസ്ക് ടു റിലീസ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. ഇനിയിപ്പോൾ അടുത്ത സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നു. വെറും ഒരു തിയേറ്ററിൽ എത്തലല്ല, ഒരു വേൾഡ് വൈഡ് റിലീസ് തന്നെ ജനഗണമനയ്ക്ക് ഉണ്ടാവാൻ പോകുന്നു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം വെരി വെരി എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ കഥ എൻ്റെ അടുത്ത് പറയാൻ വന്നപ്പോൾ ഡിജോ ആദ്യം എൻ്റെ ക്യാരക്ടറെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബിക്കോസ് അതിന് മുമ്പ് വേറെ ഒരു ആർട്ടിസ്റ്റും ഈ ഫിലിമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ആസ്ക്ഡ് ഹിം ഹൗ കം യു കം ടു മീ ഫസ്റ്റ്, ആൻഡ് ദെൻ ഹീ സെഡ് ദാറ്റ് സബാ മറിയം ഇസ് ദ കോർ ഓഫ് ദിസ് ഫിലിം, the underbelly of this film. സബാ മറിയമിനെ കാസ്റ്റ് ചെയ്യാതെ വേറെ ഒരു കാസ്റ്റ് അതിന് ചുറ്റുമുള്ള ഒരു കാസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റോറി പറയുന്നത് എൻ്റെ അടുത്താണ്. വാട്ട് ഐ ലവ്ഡ് അബൌട്ട് ഹിസ് നറേറ്റീവ് സ്റ്റൈൽ വാസ് വെൻ ഹി ടോൾഡ് മീ ദ സ്റ്റോറി. എനിക്ക് ഫസ്റ്റ് തോന്നിയത് ഒരു നാഷണൽ ലെവലിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു രംഗ് ദേ ബസന്തി ഒക്കെ കണ്ട ഒരു മൂഡായിരുന്നു ആ കഥ പറഞ്ഞു തീർന്നപ്പോൾ. എല്ലാ ഡിജോ ഇതൊരു ചെറിയ സംഭവം ഒന്നുമല്ലല്ലോ. യു ഡിഡ് ഓൺലി വൺ ഫിലിം നോ ക്വീൻ, വിച്ച് ഐ ഡിഡ്ന്റ് വാച്ച്. ഞാൻ ക്വീൻ കണ്ടിട്ടില്ല. സോ ഈ പടം കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സ്കെയിലുള്ള ഫിലിം പോലെ ഉണ്ടല്ലോ. വേറെ ആരൊക്കെയാണ് ആർട്ടിസ്റ്റ് ഇതിൻ്റെ അകത്തെന്ന് ചോദിച്ചു ഞാൻ. ഡിജോ പറഞ്ഞു ഞാൻ ആരുടെ ഇനിയും പോയിട്ടില്ല, ഒക്കെ ഒന്ന് ആയി വരുന്നേ ഉള്ളൂ, കഥയെക്കുറിച്ച് എന്ത് തോന്നിയും. ഞാൻ പറഞ്ഞത് ഭയങ്കര സംഭവമായിരിക്കും. എനിക്ക് ഐ മീൻ ആസ് എ സ്റ്റോറി ഐ അബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. And I said, I need to know more about my character, like in depth. And then he goes on to share the details with me. എനിക്ക് പേഴ്സണലി ഒരു റിസർവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലൊരു പൂർണ്ണമായിട്ടുള്ളൊരു യെസ് പറയാൻ. ആൻഡ് ദാറ്റ് വാസ് തികച്ചും പേഴ്സണൽ, നോട്ട് ക്രിയേറ്റീവ്. എൻ്റെ ഒരു ഹാഫ് സമ്മതം എടുത്തോ, ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് വന്നതിന് ശേഷം ടെൽ മീ ലൈക്ക് ഹൂ. ആൻഡ് ഹി ടോൾഡ് മീ ഇങ്ങനെ സുരാജ് ചേട്ടൻ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ മൈൻഡിലുണ്ട്, പൃഥ്വിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേ ക്യാരക്ടർ പൃഥ്വിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു പിന്നെ വേറെ ഒരു ഓപ്ഷൻസും കൂടെ പറഞ്ഞായിരുന്നു. നല്ലത്. ഞാൻ പറഞ്ഞു എല്ലാം ഒന്ന് ആയി വരട്ടെ, എല്ലാം ആയി വരുമ്പം എന്നെ അറിയിക്ക്, ലിസ്റ്റിനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ദിസ് ഫിലിം ടേക്സ് ഓഫ് in October of 2020. Obviously along with that came the challenges of shooting a film like this during COVID lockdowns and people getting COVID. ആർട്ടിസ്റ്റിനൊക്കെ കോവിഡ് വരാൻ തുടങ്ങി. ജനഗണമന ആദ്യം തൊട്ടേ ഇറ്റ് വാസ് എ ബിഗ് ഫിലിം. ഇറ്റ് ഈസ് ഓൺലി ഗോട്ടൻ ഈവൻ മോർ ബിഗർ ആഫ്റ്റർ Magic Frames collaborated with Prithviraj Productions, and overall the way the teaser was released earlier between COVID and then another trailer was released a few weeks ago. ഭയങ്കര റീച്ച് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു ഡിസ്കഷൻ, ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് സീനിൻ്റെ റൈറ്റിംഗ് ഒക്കെ. ആൻഡ് യു ഷുഡ് ബി പ്രൗഡ് ഓൾസോ ബിക്കോസ് ഇത്രയൊരു ശക്തമായ ഒരു കഥാപാത്രം മമതയെ തന്നെ തേടിയെത്തുമ്പോൾ. ആബ്സല്യൂട്ട്ലി. കാരണം എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി വേണ്ടിയിരുന്നത് വാസ് അബൌട്ട് ഹൗ ദ സീൻസ് ആർ റിട്ടൺ. ഐ ഹാഡ് ടു ഫിസിക്കലി ലൈക്ക് റീഡ് ദ സീൻസ് ബിഫോർ അഗ്രീയിങ് ടു ഡു ഇറ്റ്. Because I wanted it to have, and I was also particular in the way they shoot that particular scene. അവർ ആ സീൻസ് ഒരു തരത്തിലും കട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പാടില്ല എന്ന് എൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു. I said, Diju, if you agree to this, I will do this. It was a fantastic team to work with. എല്ലാവരും യങ് ആണ്. Sudhi, our cameraman, director Dijo, even though he's one film old, do not underestimate him. Sharis, our writer, who's a very quiet man. ഈ പടം മുഴുവൻ എഴുതിയത് ഇയാളാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, റൈറ്റർ ആൻഡ് ഡയറക്ടർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് എല്ലാ സീൻസിനും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരുമ്പം ആ സീൻസ് എടുക്കുന്ന ഷേപ്പ് ഇസ് സംതിങ് എൽസ്. സോ ഐ ഹാവ് സീൻ റഷസ് ഓഫ് പൃഥ്വീസ് സീൻസ്, my own scenes, Vincey's scenes I've seen. Everybody has performed so beautifully, so phenomenally well. Usually Mamtha എന്താണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ആണോ അതോ ഡയറക്ടർ ആണോ, എന്താണ് ഒരു ക്രൈറ്റീരിയ എന്താണ്? I think it's a lot of things.
It's a lot of fine things. It's not one thing. Definitely not just a singular reason for me to get drawn towards a film. എന്തായാലും അല്ല. ഇപ്പം കുറേയും കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് is that I need people who are working with equal energy and passion. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് ആൾക്ക് എന്നെ ഡിറക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും കഥ കേൾക്കുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോഴും ഞാൻ എന്തായാലും ഞാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് ഇഫ് ഐ ഫീൽ ദാറ്റ് ദിസ് പേഴ്സൺ കനോട്ട് ബി ഇൻ I can't call it a dominating space on location because nobody is dominating anybody on location. പക്ഷേ if this person is capable of control to execute a script like this, അത് ഡെഫിനറ്റ്ലി ഒരു ഡയറക്ടറിന് വേണം. ബിക്കോസ് അതുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കയറി കൺട്രോൾ ചെയ്യും. മനസ്സിലായില്ല? കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആ സീൻ നന്നാവണം എന്നുള്ള ആവേശത്തിൽ ഞാൻ കയറി ഇടപെടേണ്ടി വരും. പിന്നെ ഹൂ വിൽ ഡു ദി ആക്ടിങ് ജോബ്? ഞാൻ യു ഗെറ്റ് വാട്ട് ഐ എം സെയിങ്. സോ ഭയങ്കര ഐ എം വെരി പാഷനറ്റ് അബൌട്ട് പെർഫോമിങ് and I'm very passionate about the execution and the editing style of each and every scene that I am a part of. കാരണം എനിക്ക് അതേ നോക്കാൻ പറ്റുള്ളൂ. അപ്പം ആ എനർജി എനിക്ക് കിട്ടും ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന്, കഥ പറയുന്ന ആളെടുത്ത് നിന്ന്. ചിലപ്പോൾ കഥ ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ പറയുന്ന ആൾക്ക് കേപ്പബിലിറ്റി ഉണ്ടാവില്ല. ആൻഡ് അതേഴ്സ് ഐ എം നോട്ട് സെയിങ് എവ്രിബഡി ഈസ് എ ഗുഡ് സ്റ്റോറി ടെല്ലർ. ഞാൻ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും അയാൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നമുക്ക് ഒന്നും കൂടെ നിങ്ങൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വാ, ഒന്നും കൂടെ ഇരിക്കാം. If I don't get it a second time, I'm nice enough to even give a third appointment. Like I know a lot of people, you know, who keep, you know, pushing people away. But I do give chances to like new people and less experienced people. I'm very patient like that. But if I don't get it, in fact, there was an experience for my production because I was trying to activate something. I gave a 7th opportunity, and it was, you know, it was very disappointing. So then that's the time to let it go. Those are the kind of things. It's one is energy, passion. Second is how much the script has to offer me, how much this character has to offer me. Pinna the placement. Few things like ippam trailer-lende idu venam, poster-lende idu venam. Atharathilula demands ഞാൻ വെക്കാറില്ല. Because that is not my place to do it. It's not my production, so I'm not going to demand these things. Because I know how the industry works. I've been here long enough to. I feel that my work and me as a person can speak for myself. That has always worked for me, and I believe that it will continue to work for me. And I think it's a beautiful time for women now. Beautiful time. Even streaming വന്നതോടെ ഐ തിങ്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമ്മുടെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഫ്യൂച്ചർ. നമ്മൾ ഈ ഒരു കാലഘട്ടം വരെ ഇത്തരത്തിൽ ഒരു മാറ്റം, സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുന്നത് വരെ നമ്മൾ റെലവൻ്റ് ആയി ഇരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മമതയ്ക്കും അതുപോലെ തന്നെ ഫിലിമിലും ഇൻഡസ്ട്രിയിലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നായിട്ട് തോന്നുന്നുണ്ട്? അല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ആർ ഹ്യൂജ്. I have changed so much. I was just a child when I came into the industry. Like my mind was a child for the longest time. ബിഗ് ബിയിലൊക്കെ അഭിനയിക്കുമ്പം ചെറിയ കുട്ടിയായിരുന്നു. ബിഗ് ബി മാത്രമല്ല, പുറമേയുള്ള ഗ്രോത്ത് happens. Physical growth is one. Mental growth is another. Emotional intelligence is another. These are all different phases of a person, of a human being. So our maturity vanadu, I would say, is very, very recently. I wouldn't say not more than the last 4 or 5 years. You know, emotional maturity and understanding, my capability of understanding and deciphering the nuances of how cinema is being made. Adanathu aalathilekku njan ponathu. And for that I also needed complete control of my own health, because in any way if that is compromised, I cannot give my 100% here, right? Because my focus is somewhere else. So it's in the last 4 or 5 years that I've been able to claim, you know, my whole life back. It's in my hands and it's in my control. Now the spirit is with me. So now can I give what I love, my everything? Yes, I can. And Apareka cinema has been through a beautiful change of,
ഞാൻ ഡിജിറ്റൽ സിനിമയ്ക്ക് മുമ്പാണ് വന്നത്. Almost 3 or 4 years I've worked in film. So I've been through the film വേസ്റ്റേജും ഡയറക്ടറിന്റെ ചീത്ത കിട്ടലും 17 ടേക്ക് പോയാൽ അവിടെ എല്ലാവരും തലയിൽ കൈവയ്ക്കും. I've been through the no caravan years. I've been through the changing in the forest years, not having public toilet, waiting till the end of the day. I've been through it all very gracefully, and I've embraced it. I never complained even back in the day. I've always been very resilient like that. And vechal parents ഭയങ്കര very grounded family ആണ്. ചെറിയൊരു കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒച്ച വെക്കുന്ന ടൈപ്പ് അല്ല. We stand strong through it. So I think I was raised very well, and that is what has helped me embrace the transition that I have been through personally, as well as stay relevant through the changes in cinema. And now we should be grateful for even the smallest luxury that we have, because we've been through all that. Now your health is back. Yeah, now I'm in my best, I would say. Thank God. വളരെ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് മമതയെ വിലയിരുത്തപ്പെടുന്നത്. അത്രയും ചില പീരിയഡ്സിലൂടെ ഒക്കെ കടന്നു പോയതുകൊണ്ട് ഇപ്പൊ അതെല്ലാം അങ്ങനെ ഓർക്കുന്നതൊക്കെ. The truth is that I have been through the journey for 8-9 വർഷം. 2009 തൊട്ട് ഇപ്പോൾ 2022. 2009 I was 24 when I was diagnosed. അപ്പോൾ you need to understand, ഒരു 7 years of conventional treatment, chemo, radiation, bone marrow transplant, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ immunotherapyയിലേക്ക് കിടക്കുന്നു. So from 2014 I have been on immunotherapy, which has been working really well for me. The best thing about moving to LA for my treatment, which was a clinical trial ന് വേണ്ടി മൂവ് ചെയ്തത്, ഏറ്റവും ഗുണം അതിൻ്റെ അകത്ത് ഞാൻ കണ്ടത് was memories of bad days in India മറന്നു. സ്ലോലി 2-3 years കഴിഞ്ഞപ്പോൾ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ആ മെമ്മറീസ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. ആക്ച്വലി അതൊരു ജോ ഡിസ്പെൻസ എന്ന് പറഞ്ഞ ഒരു സ്പീക്കർ ഉണ്ട് ഓൺ യൂട്യൂബ്. He's mentioned that the traces of your memory causes disease. Bad memories can cause disease. Traumatic. Imprints. Imprint of anything traumatic can bring back your disease. So the moment those imprints are out of your body, there's a high chance that is where true healing begins. So LA offered me that, and immunotherapy working കുറച്ചും കൂടെ less toxic ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് immunotherapy. So obviously the body is on its way to healing, mentally as well as physically. പക്ഷെ I will not lie, ഇപ്പം it's 2022. There are long-term side effects for all the treatments that I have undergone, and those are things which I live with, and I have embraced, and it is not complicating my day-to-day life. മനസ്സിലായില്ലേ? So am I living a completely worry-free life എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, well, there are people who still live a full life with managing other symptoms. മമതയുടെ ഫിസിക്കൽ അത്തരം ഇഷ്യൂസ് മാറ്റി വെച്ചാൽ മമത ഒറ്റയ്ക്കാണ് ഇത് നേരിട്ടതെന്നൊരു സംഭവം ഉണ്ട്. ഇൻഡിപെൻഡന്റ് ആയി അല്ലേ? ഇൻഡിപെൻഡന്റ് ആയിരുന്നു അന്ന്. വെരി ഇൻഡിപെൻഡന്റ്. എസ്പെഷ്യലി 2014 തൊട്ട് ഞാൻ US പോയത് ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലായിരുന്നു. ബിക്കോസ് അതിന് റീസൺ ഉണ്ടായിരുന്നു. I didn't want dad and mom to see me go through suffer anymore. അവർക്ക് ഒരു ഓൺലി ചൈൽഡാണ് ഞാൻ. I don't have a sibling. അപ്പോൾ I had to be strong for them. I think if I had a sibling, ഞാൻ ആദ്യമേ ഷോർട്ട് കട്ട് ചൂസ് ചെയ്തേനെ. മനസ്സിലായില്ലേ? Like, why be so strong? Just go. Easy ആണ് to give. Giving up is very easy. Fighting is hard. Fighting is very hard because it എല്ലാവരുടെ മുമ്പിലും ചിരിച്ചു കാണിക്കും. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രി ദൈവമേ, they expect you to be perfect. Always put on a facade. So our facade, when I had to put on a show, I always pulled off, like, go away, because I don't want to stay here and pretend. I can't. Because that's faking it. Or a fake life enodu oru thalpariyallathana. So go out, you cry, you want to do whatever, do it all, come back, heal, come back. So you അങ്ങനെയാണ് എനിക്ക് കുറച്ച് ഇന്റർവെൽസ് സിനിമയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഇന്റർവെൽസ് ആണ് എന്നെ ഇത്രയും കാലം റെലവെന്റ് ആയി നിൽക്കാനും ഹെൽപ്പ് ചെയ്തത്. ഒരുപാട് സിനിമകളിലും കയറി അഭിനയിക്കാൻ പറ്റിയിട്ടില്ല.
ഒരുപാട് സിനിമയിൽ കയറി അഭിനയിക്കാൻ പറ്റിയില്ല, കുറേ ഇടവേളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും കം ബാക്ക് ഞാൻ പറഞ്ഞു ഇതെന്താ കം ബാക്ക്, ഐ വാസ് ഓൾവേസ് ഹിയർ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനല്ല, ബട്ട് യു ആർ പെർഫെക്റ്റ് ബിക്കോസ് മലയാളത്തിലെ സിമ്രാനാണ് മമത ഇടയ്ക്ക് ഒരു സംവിധായകൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ക്യൂട്ട് ഫിഗർ, നല്ല ഹൈറ്റ്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിശേഷണം കൂടെ ഉണ്ട് മമതയ്ക്ക്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ഫീൽഡിലോട്ട് ഇടയ്ക്ക് കടന്നിരുന്നല്ലോ. Yes, I've launched my production house, but I haven't started the works for my first film yet. എന്താണെന്ന് വെച്ചാൽ I know that this is a very വളരെ കെയർഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം I'll have to fully be involved in it. It cannot be ഒരു half baked job I cannot do of it, because I think my whole life will, you know, my whole career ന്റെ ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂ will be ruined if I make a wrong step. You know, so it needs to be done very carefully. So I'm still in the process of finalizing which script I want to execute. Adu odane undav. Hopefully 2022 I will be able to launch my first film. അന്ന് ഞാൻ കേട്ടത് മമത ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പം പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ കൂടുതൽ ഒരു പരിഗണന നൽകുമെന്ന്. എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം? Because that is what is lacking. Yeah, that is what is lacking. അല്ലാതെ പടങ്ങൾ എടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. So പക്ഷേ also it's very important to establish yourself as a production house that will work, because unless you work you cannot execute your dreams, which is giving opportunity to new talent and to women, right? So the first project has to work. So that is the main ingredient here, making the first project work ennallathu. So if that happens, hopefully മമത ഹീറോയിനായി തന്നെ നിലനിൽക്കുമ്പോഴും കോമഡി ടച്ചുള്ള ഹീറോയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഏതാണ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഏതാണ് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്? കോമഡി ഐ തിങ്ക് കോമഡിയാണ് ഡിഫിക്കൽട്ട്. പിന്നെ കുറച്ച് ഒരു സൈക്ക് എലിമെന്റ് ഉള്ള സിമി പോലെയുള്ള ഭ്രമത്തിൽ ചെയ്ത ക്യാരക്ടർ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്ന ക്യാരക്ടേഴ്സ്, അതൊക്കെ ചെയ്യാൻ നല്ല ചാലഞ്ചിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി ഈസ് ഡിഫിക്കൾട്ട് ബിക്കോസ് കോമഡി ഉള്ള എല്ലാ ഫിലിമുകളും ഭയങ്കര സ്കെയിലും അതിന് ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇഫ് യു paired opposite, like if you're acting or performing opposite artist, another seasoned comedian, it is quite challenging to match the timing and to energy keep up ചെയ്യണം. ഒരു കോമഡി ഫിലിം ചെയ്യുമ്പോൾ ഒരു മൊമെന്റ് പോലും ഡൾ പറ്റില്ല. You need to keep up the energy of the scene, because that is what people, you know, that is very very important. Crucial ആണ് ആ ടെമ്പോ, ആ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യണം. സോ അത് ഭയങ്കര ക്രൂഷ്യൽ ആണ്. അതിന് നമ്മൾ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് 2-3 ടേക്ക് എടുക്കുമ്പോഴേക്ക് we get tired, you know. So I mean my boss in 2 countries ഒക്കെ വലിയൊരു എക്സാമ്പിൾ ആണ് of that. മറ്റൊരു കാര്യം, ഈ മലയാളത്തിൽ ഇപ്പോൾ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ഹീറോയിസം ഒക്കെ പോയിട്ട് ഇപ്പം കുറച്ചൊരു നാച്ചുറാലിറ്റി വന്നിട്ടുണ്ട് എല്ലാ സിനിമകളൊക്കെ. അതൊരു നല്ല മാറ്റമല്ലേ? അത് നല്ല മാറ്റങ്ങളാണ്. ഇപ്പം സ്ട്രീമിംഗ് ഒക്കെ ഒരുപാട് ഫീച്ചർ നമ്മുടെ മെയിൻ സ്ട്രീമിനും ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ട്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരുപാട് റൈറ്റേഴ്സിനും ക്രിയേറ്റേഴ്സിനും ആർട്ടിസ്റ്റിന് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഫ്രീഡം ഇല്ലേ, ദാറ്റ് ഫ്രീഡം ആൻഡ് അവര് കാണിക്കുന്ന ബ്രില്യൻസ് കണ്ടിട്ട് ഈവൻ മെയിൻ സ്ട്രീം സിനിമയിലെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും they are being, because streaming platformile content has started pushing the boundaries of visual media. So people want to watch more streaming content than mainstream cinema. മനസ്സിലായില്ലേ? അപ്പോൾ that is because I think അവിടുത്തെ, I mean you know the reason, it's because there's so much freedom in that space, in the streaming space, that artists are getting even irrelevant artists are getting the opportunity to do phenomenal characters. ഇവിടെ relevant ആയിട്ടുള്ള ആക്ടേഴ്സ് ഇപ്പോഴും സാധാരണ റോൾസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിലൊക്കെ ഇപ്പം മാധുരി ദീക്ഷിതിനെ പോലുള്ളവരൊക്കെ. പിന്നെ ഫെയിം ഗെയിം, അതിനേക്കാൾ കൂടുതൽ എടുത്ത് പറയുന്നത് ജൽസയാണ്. യുനോ ഹ്യൂമൻ, ഐ വുഡ് സേ ആ സ്പേസിൽ ഇപ്പം വാഴുന്നൊരു ആക്ട്രസ് വാസ് എ TV ആർട്ടിസ്റ്റ് ബാക്ക് വെൻ ഐ വാസ് ഇൻ സ്കൂൾ, ഷെഫാലി ഷാ.
right? She was Shefali Chaya back then. Today she's Shefali Cha. I was Anna Dota. Once again, like a Yeah, exactly. Look at the her characters, the kind of body of work that she's doing, and she's created a very powerful space for herself. Cinema, very fine actress. Yeah, and cinema Bollywood cinema actresses quote higher remuneration she's taking from streaming now. That is what I call today's opportunities. Opportunities, and otherwise she has a very supportive husband who's a very big producer. So idellam oru teamwork aanu. So I would say ellathinum oru ഇപ്പം നിങ്ങൾ പ്രൊഡക്ഷനെ കുറിച്ച് നേരത്തെ ചോദിച്ചു. ഇപ്പം എൻ്റെ കൂടെ എനിക്കൊരു പാർട്ട്ണറിന് ഒരു ടീം പ്ലെയർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ് തിങ്സ് ഫോർവേഡ്. അപ്പം എല്ലാവരും ദേ ഓൾ ഹാവ് എ സിസ്റ്റം അറൗണ്ട് ദം, യുനോ. സോ അതില്ലാത്തതിൻ്റെ ഒരു ചെറിയ ഒരു സ്ലോ, യുനോ, ലാക്ക് ഇൻ ഗ്രോത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് കാണും. സോ I just need to create that network around myself, and for that I need to spend more time in India. I cannot be running off to LA, and you know, I need to be domestic, I need to be local, I need to be doing network. I need to call people who I haven't been able to call in the last many years. So all of that is important, I think, as a woman. And women have ഭയങ്കര future തന്നെ മുന്നോട്ട് കിടക്കുന്നത്. മമതയോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മറക്കാൻ പാടില്ലാത്തതാണ്, നല്ലൊരു ഗായികയാണല്ലോ, ഹിന്ദുസ്ഥാനി കർണാട്ടിക്. പാടാൻ പറയണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം ഏതെങ്കിലും ഒരു രണ്ടുപേരി മമതയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരി. സിൽസിലായേ ചാഹത് കാ ന ദിൽ സേ ബുജ്നെ ദിയാ ഹോ सिलसिला ये चाहत का न दिल से बुझने दिया ओ पिया, ये दिया ना बुझा है ना बुझेगा, मेरे चाहत का दिया मेरे पिया, कब आ जाए मेरे पिया, हो मेरे पिया, कब आ जा रे मेरे पिया. ജനഗണമനെ പാടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. മമത ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ മാത്രം, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ശബ്ദിക്കേണ്ടി വരുന്നത്, ഞങ്ങൾക്ക് സുരക്ഷ വേണം എന്നൊരു ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? മമതയ്ക്ക് എന്താ അതിൽ തോന്നുന്നത്? ഒരു വുമൺ അൺസേഫ് ആയിട്ട് പൊതുവേ ഉള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ ഐ ഫീൽ ഇറ്റ് ഇസ് സ്ട്രോങ്ലി ബിക്കോസ് ഷീ കൺസിഡേഴ്സ് ഹെർസെൽഫ് ആസ് എ വീക്കർ ജെൻഡർ ഓൾറെഡി. ഷീ ഹാസ് ടോൾഡ് ഹെർസെൽഫ് ദാറ്റ് ഐ എം എ വീക്കർ ജെൻഡർ. She herself has I need to be protected by somebody else. She has already told herself at the age of 23 she needs to get married, and her duty is to have babies and protect those babies also, and also may probably raise a man child. What I mean by man child is most of the men who are getting married at the age of 23-25 don't even know why they are getting married. They don't even know why they are having babies. They don't even know why they are increasing the population of this country. They don't know what kind of education to give the 3 or 4 children that they're bringing out. It is absolutely pointless. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് എക്സ്പോഷറിനും ലാക്ക് ഓഫ് എക്സ്പോഷറും ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് നോളജ്, ഇതൊക്കെയാണ് ഫസ്റ്റ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ട് ലെറ്റ് us talk about women's problems. So women feeling unsafe is also hugely because of the kind of upbringing that they've had. Their family has definitely raised them to believe that they are a weaker sex. സോ ആ തോട്ടിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാം വരുന്നത്. ഐ വാസ് ഓൾവേസ് റേസ് ടു ബിലീവ് ദാറ്റ് ഐ എം ജസ്റ്റ് ലൈക്ക് മൈ ഡാഡീനെ മോനാണ്. ഓക്കെ, മോന് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ നീ ഇങ്ങനെയാണ് വന്നത്. See, that also you need to pay attention. Why does he want a son? You know? And then my dad will say, no, I am proud, she is my boy. You know? അപ്പോൾ ഈ ബോയ് എന്നുള്ളൊരു സാധനമാണ് സ്ട്രോങ്ങർ സെക്സ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു വരുന്നുണ്ട്, നോട്ട് ഗേൾ. യുനോ, സോ ടുഡേ ദ നാരേറ്റീവ് ഇസ് ചേഞ്ചിങ്. Today we say she is my daughter, you know. So times are changing, and I think ee oru wave, it will settle in some time. The playing field will equalize, but it is going to take generations. Can we be happy and proud? Inna change kaanannu parna nadakkilla. Can we be happy and proud that we are part of a generation that has invoked or kick-started some sort of a, you know, or a movement? Definitely yes. Definitely yes. Thodangi vechu. Idinathu veroru main issue is payment disparity. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം we have, see, by
maintaining such a huge payment disparity, they're forcing us to eventually get married. Find a partner who can support us. You know what I'm saying? Whereas men don't need their wives to support them. Adanalla avaru kalyanam kaikunnu. They are getting married only to extend their, you know, their seeds. That's all, right? So what if a woman wants to have the same dreams, have the same amount of vigor and ambition to have the same kind of things that the men enjoy? We need the same payment too, right? So adanana enikku ettavum veliya problem ullathu. Personally, do I feel unsafe? ഇപ്പോൾ വിഷു ആണ്, ആഘോഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും വീട്ടിൽ തന്നെയായിരിക്കും, ഇവിടെ എറണാകുളത്ത്. ലാസ്റ്റ് 2 years ഞാൻ US അമ്പലത്തിൽ പോവുകയാണ് ചെയ്തത്. സോ ദിസ് ടൈം ഐ വിൽ ഹാവ് ഇറ്റ് വിത്ത് മൈ ഫാമിലി. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ വളരെ നന്ദി. എല്ലാവിധ ആശംസകളും 2022. താങ്ക് യു.